അങ്ങനെ ഒരു വാക്കേ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യവും. ആദ്യത്തെ ദിവസം 17-ാം തീയതി മുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങളിപ്പോൾ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും പുറത്തിറക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പ്രകടന പത്രികയിൽ നടത്തിയത് എത്രമാത്രം നടപ്പിലാക്കിയെന്ന് ആത്മപരിശോധന നടത്തി ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളും ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുക. 17-ാം തീയതി മുതൽ നമ്മുടെ മുമ്പിൽ വന്ന ആരോപണങ്ങളിൽ എത്ര എണ്ണം ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഉന്നയിച്ചവരും ഉന്നയിച്ചത് കുറച്ചുകൂടി ലൗഡ് സ്പീക്കറുടെ ശബ്ദത്തോടെ പ്രസിദ്ധീകരിച്ചവരും ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ബാക്കിയുള്ള നമുക്ക് ഒരുമിച്ചിരുന്ന് കൂട്ടാം. 18-ാം തീയതി നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ എന്തായിരുന്നു ആരോപണം? ഇതൊരു ആഡംബര ബസ്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് സങ്കടമായൊരു കാര്യം, ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ തന്നെയുണ്ട്. അത് വഴിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും നല്ല ദേശീയ ഹൈവേ പൂർത്തീകരിച്ച സ്ഥലത്തൊന്നും നമുക്ക് ഇറങ്ങണം. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വന്നില്ലേ, വണ്ടിക്ക് ആഡംബര ബസ് ആദ്യ ദിവസം തന്നെ പുറത്ത് കയറാൻ പോകുന്നു, ഇത് നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ട് തിരിച്ച് ഇതേ വണ്ടിയിൽ തന്നെ കയറി പോകും. ഭാഗ്യത്തിന് വണ്ടിക്കൊക്കെ കേടെപ്പോഴും ഉണ്ടാകാം. ഭാഗ്യത്തിന് അവസാന നിമിഷം വരെ ആ വണ്ടി കേടാവാതെ പോയി. അല്ലെങ്കിൽ കേടായാൽ പിന്നെ അതുകൂടി ഒരു വാർത്തയ്ക്ക് ഇടം വരുത്തുമായിരുന്നു. പിന്നെ ഉന്നയിച്ചത് പൗരപ്രമുഖർ ഏതോ വിധത്തിൽ കാശ് പിരിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. എല്ലായിടങ്ങളിലും അവസാനത്തെ ദിവസം വന്നെത്തിയ പാങ്ങോട്, ഊര്, മൂപ്പത്തി ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൻ്റെ തുടർച്ചയായ പരിച്ഛേദം അതിനകത്തുണ്ടായിരുന്നു. അത് ബോധ്യപ്പെട്ടപ്പോൾ ആരോപണത്തിൽ നിന്ന് പോയി. അങ്ങനെ ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുക സാധാരണ നിലയിൽ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ പ്രതിപക്ഷം പറയാൻ ബാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഗവർണറുടെ ഒരു ക്രാഷ് ലാൻഡിംഗ് ഉണ്ടായി. ഈ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ തന്നെ ഒരുപക്ഷെ ഭരണഘടനയ്ക്ക് നിരക്കാത്ത വിധത്തിൽ ഇടപെടുന്ന ഒരു സൗകര്യം പിന്നെ കേരളത്തിൽ പ്രദർശിക്കപ്പെട്ടു. ആ ഘട്ടത്തിൽ സമചിത്തതയോടെ ഇടപെടേണ്ട ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൽ പ്രതികരിക്കേണ്ട രീതിയാണോ ഇത്? ഞാൻ ചോദിക്കുന്നത്, ഗവർണറെ പൂർണ്ണമായി പിന്തുണച്ചോട്ടെ, സെനറ്റിലോ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ അതിനെ പിന്തുണച്ചോട്ടെ, അതിലൊന്നും പ്രയാസമില്ല. ഞങ്ങൾ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1960-ലുണ്ടായ ഭൂപതിവ് നിയമത്തിൽ 63 വർഷക്കാലത്തിന് ശേഷം ഒരു ഭേദഗതി ഉണ്ടായി. കേരളത്തിൻ്റെ നിയമസഭയിലെ 3ാമത്തെ വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, പൂർണ്ണമായും ഞങ്ങൾ ഈ നിയമ ഭേദഗതിയെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ നിയമ ഭേദഗതിയുടെ ചട്ടം പെട്ടെന്നാകണം. ഇത് നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകരുത്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പിഴ ചുമത്താൻ നിശ്ചയിക്കരുത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പൂർണ്ണമായും ഈ നിയമ ഭേദഗതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 140 അംഗങ്ങൾ, സ്പീക്കർ വോട്ട് ചെയ്യുന്നുണ്ടാവില്ല, 140 അംഗങ്ങൾ ഒരു മനസ്സാക്കി പാസ്സാക്കിയ കേരളത്തിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭേദഗതി കോൾഡ് സ്റ്റോറേജിൽ ഗവർണർ എടുത്തു വെച്ചതിൻ്റെ കാര്യം എന്താണ്? രാഷ്ട്രപതിക്ക് അയച്ചില്ല, നിരസിച്ചില്ല, ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചില്ല, കോൾഡ് സ്റ്റോറേജിൽ ഗവർണർ എടുത്തു വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ്? നൽവയൽ തരം മാറ്റം കോഴിക്കോട് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു പ്രശ്നമാണല്ലോ. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള 2 ലക്ഷത്തിലേറെ വരുന്ന നൽവയൽ തണ്ണീർത്തട തരം മാറ്റ അപേക്ഷകളിൽ ഏറ്റവും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ 27 RDOമാരുടെ അവകാശം കേരളത്തിലെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കാകാം എന്നൊരു ഭേദഗതി മാത്രമേ നൽവയൽ തണ്ണീർത്തട നിയമം 2008 പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ ഭേദഗതി ഉൾപ്പെടാൻ കേരളത്തിലെ ഗവർണർക്ക് എന്താണ് തടസ്സം? ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ അഭിപ്രായം പറയണ്ടേ? ഗവർണറുടെ നിലവാരത്തിൽ നിന്ന് വിട്ട് താഴത്തോട്ട് പോകുമ്പോഴും ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട പ്രതിപക്ഷം ഒരു കണ്ണ് പോയാലും 2 കണ്ണും പോകട്ടെ എന്ന അഭിപ്രായ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരെ തിരിയുന്ന വിധത്തിലുള്ള ആക്ഷേപങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയും. അതിന് നാളെ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിനോട് പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും. 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 2018 രമേശ് ചെന്നിത്തല എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കൂട്ടിയിട്ടാണ് ആദ്യ ഹെലികോപ്റ്റർ യാത്ര. അന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല. തുടർന്ന് കേരളത്തിലെ സാലറി ചലഞ്ചിനെ ബഹിഷ്കരിച്ചു. പിന്നീട് നടന്ന ലോക കേരള സഭയെ ബഹിഷ്കരിച്ചു. കേരളീയത്തെ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ബഹിഷ്കരണപക്ഷമായി മാറുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി. അതുകൊണ്ട് ബഹിഷ്കരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി സമചിത്തതയോടുകൂടി പറഞ്ഞ് എന്തിനേയും എതിർക്കുക എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോയി. പ്രതിപക്ഷത്തിൻ്റെ നിലപാടെടുക്കാം. 29-ലെ സത്യപ്രതിജ്ഞയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയില്ല. ജനാധിപത്യത്തിൽ എതിർ ശബ്ദങ്ങളെ തീർച്ചയായിട്ടും ജനാധിപത്യം പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിയുന്ന
പിന്നെ ONV പറഞ്ഞതുപോലെ സഹജാതര തന്മൊഴി സംഗീതമാകുന്ന കാലത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പക്ഷത്തിന് എതിർപക്ഷത്തിൻ്റെ അഭിപ്രായം ഗവനിക്കില്ല എന്ന് പറയാനേ കഴിയില്ല. ഗവനിക്കുന്നു, എപ്പോഴും ഗവനിക്കുന്നു. അതാണ് അവസാനത്തെ പോയിന്റിൽ പോലും മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയും നമുക്ക് കൂട്ടായി ചിന്തിക്കാൻ കേരളത്തിന് വേണ്ടി അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളെയും ഗവനിക്കുന്നു. പ്രതിപക്ഷം പറയേണ്ടത് തന്നെയാണ് പറയുന്നത് എന്നൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. യാത്രകൾ നടത്തട്ടെ. കേരളത്തെ BJP വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് തരാനുള്ള പണം അങ്ങ് കൊടുത്തിട്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും നല്ലത്. സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ പണം അങ്ങ് കൊടുത്ത് സ്നേഹിക്കുകയായിരിക്കും നല്ലത്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അത് പറഞ്ഞത് കേട്ട ആളുകളിൽ ഒരാൾ ദീപക്കായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കല്യാശ്ശേരി വെച്ചുണ്ടായ ഒരു ഇവൻറ്റിനെ കുറിച്ച് മാത്രമാണ് പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടത് അവർ ചാടിയിരുന്നെങ്കിൽ അപകടം പറ്റുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തി. അതിനെ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ആക്രമണത്തിന് കൊടുക്കാവുന്ന ഒരു കോഡായിട്ട് രക്ഷാപ്രവർത്തനം എന്ന വാക്ക് പ്രയോഗിച്ചിട്ടേ ഇല്ല. മാധ്യമപ്രവർത്തകരെ ഒരു കാരണവശാലും ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണാണ് മാധ്യമങ്ങൾ. മാധ്യമപ്രവർത്തകരെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ ബോധപൂർവമായി കേസെടുക്കാനോ സർക്കാരിന് അഭിപ്രായമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ നയവുമില്ല. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയപ്പെട്ടു. നവകേരള സദസ്സ് കഴിഞ്ഞു. ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നല്ലതുപോലെ അവരവരുടെ പാർട്ടികളും മുന്നണികളും ഒക്കെ അന്വേഷിക്കും.